സാധാരണ ജനവിഭാഗത്തിൻ്റെ ദൈനംദിനയുള്ള ജീവിതത്തിൽ അവരുടെ പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് ഈ പെട്രോൾ വില എന്ന് പറയുന്നത്. കടുത്ത പെട്രോൾ വിലയാണ് കേരളത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളിലുമൊക്കെ. ഇതിൽ നിന്നൊരു ശാശ്വതം അവർക്ക് എപ്പോൾ ഉണ്ടാവും എന്നുള്ള അന്വേഷണങ്ങളൊക്കെ പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില ആൾക്കാർ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്. ഇനി വരുന്നത് ഒരു EV യുഗമാണെന്ന് പലരും പറയുന്നു. എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര പെട്രോളിയം മന്ത്രി നിതിൻ ഗഡ്കരി പറയാണ് 15 രൂപയ്ക്ക് പെട്രോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കും. അതിനുള്ളൊരു ടെക്നോളജി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ആ ടെക്നോളജി? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടന്നൊരു റാലിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പെട്രോള് ലിറ്ററിന് 15 രൂപയ്ക്ക് നമുക്ക് ഇന്ത്യയിൽ വിൽക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു. അത് മറ്റൊന്നുമല്ല, ഈ ഫ്ലെക്സ് ഫ്യൂവൽ എന്ന ഒരു സംവിധാനമാണത്. ഫ്ലെക്സ് ഫ്യൂവൽ അതായത് നമ്മൾ ക്രൂഡ് ഓയിലിനെയാണല്ലോ സംസ്കരിച്ച് അതിൽ നിന്ന് പെട്രോള്, ഡീസല്, കെറോസിൻ, നമ്മുടെ ഈ പാചക LPG ഒക്കെ അതിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. അതിൽ ഈ നമ്മുടെ കരിമ്പിൽ നിന്നെടുക്കുന്ന, കരിമ്പ് കർഷകരുടെ പ്രധാന കൃഷി കരിമ്പാണ്, ആ കരിമ്പിൽ നിന്നെടുക്കുന്ന എത്തനോൾ, ആ കരിമ്പിൻ്റെ വേസ്റ്റിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. ആ എത്തനോൾ ചേർത്താൽ പെട്രോൾ നമുക്ക് വലിയ രീതിയിൽ വില കുറച്ച് കൊടുക്കാൻ പറ്റും. അത് അദ്ദേഹം പറയുന്നത്, ഈ നിലവിൽ നമ്മൾ ഏതാണ്ട് 20% നമ്മൾ എത്തനോൾ കലർത്തുന്നത് പെട്രോളിൽ. അതായത് നമ്മളിപ്പം 1 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ അതിൽ 80% പെട്രോളായിരിക്കും, 20% എത്തനോളായിരിക്കും. അത് മാറ്റിയിട്ട് 60% എത്തനോളും 40% പെട്രോളും ആയി കഴിഞ്ഞാൽ, അത് അങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ, അങ്ങനെ കൂട്ടിച്ചേർത്ത് എടുത്താൽ പെട്രോളിൻ്റെ വില ലിറ്ററിന് 15 രൂപയിൽ താഴും എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. ഫ്ലെക്സ് ഫ്യൂവൽ എന്നാണ് അതിൻ്റെ പേര്, ആ സംവിധാനം. അതായത് എത്തനോൾ കലർത്തിയ പെട്രോളിൻ്റെ പേര് അവർ വിശേഷിപ്പിക്കുന്നത് ഫ്ലെക്സ് ഫ്യൂവൽ എന്നാണ്. അപ്പോൾ അതിന് ഫ്ലെക്സ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന ഏതൊരു കാറൊക്കെ ഇപ്പം അതിലേക്ക് ഞാൻ വരാം. അതാണ് പറയാൻ വന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ഈ കർഷകർക്ക് അവരുടെ ഈ കരിമ്പിന് വലിയ മാർക്കറ്റ് കിട്ടും എന്ന് മാത്രമല്ല, ഇത് പരിസ്ഥിതിക്ക് വലിയ ഗുണം ചെയ്യും. അതെങ്ങനെയാണ്? നമ്മുടെ ഈ സാധാരണ പെട്രോൾ കത്തി വരുന്ന ആ കരിയുണ്ടല്ലോ, കാർബൺ, അതിൻ്റെ അളവ് വളരെ കുറയും. അത് കുറഞ്ഞിട്ട് എത്തനോളും കൂടെ ചേരുമ്പോൾ അത് വളരെ കുറയും എന്ന് മാത്രമല്ല, പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന ഈ എന്താ പറയുക, കറുത്ത പുകയും മറ്റ് കാര്യങ്ങളും ഉണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തു വിടുന്ന, നമ്മൾ അണ്ടർ കൺട്രോൾ എന്ന് പറഞ്ഞ് പൊല്യൂഷനിൽ വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തെക്കാൾ വളരെ താഴ്ന്ന് മാത്രമേ ഈ കാർബൺ എമിഷൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു, ഇത്ര നാളും കർഷകർ നമ്മുടെ അന്നദാതാക്കളായിരുന്നു, അവർ ആഹാരം തരുന്നവരായിരുന്നു. ഇപ്പം അവർ ഊർജ്ജദാതാക്കളും കൂടെ ആകാൻ പോവുകയാണ്, അവർ ഊർജം തരുന്നവരും കൂടെ ആകാൻ പോവുകയാണ്. ഇതിനകത്ത് വലിയൊരു രസകരമായൊരു കാര്യം നടന്നത്, കഴിഞ്ഞ വർഷം ഗഡ്കരി ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പം അന്ന് എല്ലാവരും ഇദ്ദേഹത്തെ കളിയാക്കുകയൊക്കെ ചെയ്തു. പ്രതിപക്ഷത്തൊക്കെ ഇരിക്കുന്നവർ, അവരങ്ങനെയാണല്ലോ, ഇന്ത്യ ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകാൻ നേരത്ത് ചിദംബരവും പിന്നെ നമ്മുടെ തോമസ് ഐസക്കും ഒക്കെ മോദിയെ കളിയാക്കി. ഇപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ അതെ, പെട്ടിക്കടയിൽ പോലും നമ്മൾ ഇന്ന് ഗൂഗിൾ പേ ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ ഈ പെട്രോളിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം ഈ എത്തനോൾ ചേർത്ത് ഫ്ലെക്സ് ഫ്യൂവൽ ആക്കി അങ്ങനത്തെ വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ അന്നത് ടൊയോട്ട കമ്പനി അവർ ഇന്നോവ കാറിൽ ഒരു കാർ അങ്ങനെ ആദ്യം നിർമ്മിച്ചു നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത് അവർക്ക്. ആ ഫ്ലെക്സ് ഫ്യൂവൽ ചെറിയ ചില എഞ്ചിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. എന്തായാലും അത് ചെയ്തതോടുകൂടി വലിയ തോതിൽ എന്താ പറയേണ്ടത്, ഒരു ചാട്ടം തന്നെ ഈ കാര്യത്തിലുണ്ടായി. ഇപ്പോൾ ഈ 20% എത്തനോൾ ചേർത്ത പെട്രോളാണ് നമ്മുടെ രാജ്യത്തെമ്പാടും വിൽക്കുന്നത്. അത് കുറെ കൂടെ വിപുലപ്പെടുത്തി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഇത് ഇപ്പം 2ാം ഘട്ടത്തിലാണ് ഇത്ര എത്തി നിൽക്കുന്നത്. ഇത് 3ഉം 4ഉം ഘട്ടങ്ങൾ കടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ 60% എത്തനോളും 40% പെട്രോളും വരും. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നു, കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമുണ്ട്. ഇത് നമുക്ക് വലിയ തോതിൽ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. ഇത് E20 എന്നാണ് ഈ പുതിയ കാലത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം.
അത് E20-ൽ 20% കലർത്തുന്നത്. അത് നമ്മൾ 60 മുതൽ 85% വരെ ആക്കാനാണ് ശ്രമം. അങ്ങനെ ഉണ്ടെങ്കിൽ നിസ്സാര വിലയ്ക്ക് പെട്രോൾ എടുക്കാൻ പറ്റും. 15 രൂപയിൽ താഴെ ഞാൻ ഉറപ്പ് പറയുന്നു എന്നാണ് ഗഡ്കരി പ്രസംഗിച്ചത്. ചോദിക്കൂ. അതായത് ഇത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ പലതും ഇറക്കുമതി ചെയ്യുകയാണ്. ഏകദേശം 80% ഇറക്കുമതിയാണ്. ഈ ഒരു പെട്രോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇറക്കുമതി ഇനി ചെയ്യാൻ അതിന് കുറവ് സംഭവിക്കില്ലേ? അങ്ങനെയല്ല, നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. അതെ. ബാരലിന് ഇപ്പോൾ $68 വില. അതായത് ഈ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു നിൽക്കുകയാണ്. അത് 1.005% താഴ്ന്നു. അങ്ങനെ ഒരു ബാരൽ ക്രൂഡ് ഓയിൽ $68 കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത്. നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ സംസ്കരിച്ചാണ് മാറ്റുന്നത്. പെട്രോള്, ഡീസൽ, കെറോസിൻ, LPG ഒക്കെ ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി വരുന്നിടത്താണ് നമ്മൾ ഈ എത്തനോളും കൂടെ ചേർക്കുന്നത്. ഇപ്പം നമുക്ക് പെട്രോളിൻ്റെ ഒരു കരുതൽ ശേഖരമുണ്ട്, ക്രൂഡ് ഓയിലിൻ്റെ കരുതൽ ശേഖരമുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഭൂമിക്കടിയിൽ അറകളുണ്ടാക്കി നമ്മൾ അത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതാണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഇപ്പോൾ യുദ്ധം ഉണ്ടായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പോൾ കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു, അപ്പോൾ പാൻഡമിക്കാണ്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, കപ്പലുകൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്ക് 2-2.5 മാസത്തേക്കുള്ള ഏതാണ്ട് ഒരു 90 ദിവസം വരെ ഉപയോഗിക്കാനുള്ള ക്രൂഡ് ഓയിൽ, പെട്രോളും ഡീസലും ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ കരുതി വെച്ചിട്ടുണ്ട്. അതിനെ സംസ്കരിച്ചെടുത്താൽ മതി. ഈ ഒരു പുതിയ സംവിധാനം, ഈ ഫ്ലെക്സ് ഫ്യൂവൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇറക്കുമതിയിൽ വല്ല കുറവും സംഭവിക്കും? തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മൾ എത്ര ഇറക്കുമതി ചെയ്യുന്നോ അതിൻ്റെ പകുതി മതിയാവും. അതിൻ്റെ പകുതി പോലും വേണ്ട, ബാക്കി എത്തനോൾ ചേരുകയല്ലേ. എത്തനോൾ നമ്മുടെ രാജ്യത്ത് തന്നെ കരിമ്പിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. പിന്നെ കിട്ടാനുള്ള മറ്റു പല കൃഷിയും നമ്മുടെ കൈവശമുണ്ട്. ഇതൊക്കെ അതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എത്തനോൾ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ ചെലവിൽ തന്നെ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ അളവ് പകുതിയായിട്ട് കുറഞ്ഞു എന്നിരിക്കട്ടെ, നമുക്ക് അത്രയും പണം ലാഭമല്ലേ. ഈ ഇറക്കുമതി കൂടുമ്പോഴാണല്ലോ നമ്മൾ ഈ ഡോളറുമായിട്ട് നമുക്ക് യുദ്ധം വേണ്ടി വരുന്നത്. ഇവിടെ ഈ ഇറക്കുമതി കുറയുന്നതോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് കൂടുതൽ ഗുണം ചെയ്യും എന്ന് മാത്രമല്ല, എത്തനോൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് പരിസ്ഥിതിക്കും അത് വലിയ ഗുണം ചെയ്യും. അപ്പോൾ ബോണസാണ്. കർഷകർ വെറുതെ അല്ല ഗഡ്കരി പറഞ്ഞത്, അവർ അന്നദാതാക്കളുമാണ്, ഊർജ്ജദാതാക്കളുമാണ് എന്ന്. അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഈ ഫ്ലെക്സ് ഫ്യൂവൽ എന്ന ഈ സംവിധാനം, ഈ എത്തനോൾ ചേർത്ത പെട്രോൾ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യട്ടെ. ഇതിന് ഡീസലിലും ഇതിലുമൊക്കെ ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയൊക്കെയാണെന്ന് അതൊക്കെ നടന്നു വരികയാണ്. നമ്മുടെ രാജ്യത്ത് അതിൻ്റെ ഗവേഷണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പെട്രോളിലാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റിയിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകിച്ച് മധ്യവർഗ കുടുംബങ്ങൾക്കും സാധാരണക്കാർക്കൊക്കെ വലിയ രീതിയിൽ പ്രയോജനകരമാകുന്ന, തീർച്ചയായിട്ടും അത് മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പണം, ഈ പെട്രോൾ വാങ്ങാൻ വേണ്ടി വിനിയോഗിക്കുന്ന പണം നമുക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വക മാറ്റാൻ പറ്റും. അത് വലിയ ഗുണം ചെയ്യും സമ്പദ് വ്യവസ്ഥ. നിലവിൽ ഈ ഒരു രീതിയിൽ ഈ ഫ്ലെക്സ് ഫ്യൂൽ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും ലോക രാജ്യങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ വ്യാപക തോതിൽ? എൻ്റെ അറിവിൽ ഇല്ല. ചിലപ്പോൾ മറ്റുള്ളവർ, ഇപ്പോൾ അമേരിക്കയൊക്കെ ഈ കാര്യത്തിൽ വളരെ മുമ്പിലാണ്. അവർക്ക് ഈ പെട്രോളിൻ്റെ ഷോർട്ടേജ് വന്നാൽ എന്താണ് പകരം ചെയ്യേണ്ടതെന്നുള്ള സംവിധാനം അവരേതാണ്ട് വലിയ വിദ്യകൾ വികസിപ്പിച്ച്, സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മധ്യ ഏഷ്യയിൽ, നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ അവർ വലിയ തോതിൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവിടുത്തെ കമ്പനികൾ പണം മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ മുടക്കിയ പണം ലാഭം സഹിതം തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പെട്രോൾ പരമാവധി ഊറ്റിയെടുത്ത് വിൽക്കാൻ, ക്രൂഡ് ഓയിൽ ഊറ്റിയെടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു കച്ചവടമാണ്. പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പം എത്ര നമ്മൾ ഇറക്കുമതി ചെയ്യുന്നോ അതിൻ്റെ പകുതിയിൽ താഴെ പെട്രോള് നമ്മൾ പോകും. അത് നമുക്ക് വലിയ ഗുണം ചെയ്യും. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും അത് ഗുണം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നാടും അഭിവൃദ്ധിപ്പെടും, പരിസ്ഥിതിക്കും വലിയ ഗുണമുണ്ടാകും, ദോഷം വളരെ കുറഞ്ഞു പോകും. അതെ, എന്തായാലും ജനങ്ങൾക്ക് ഇത് വളരെയധികം ആകാംക്ഷാപൂർവ്വം ആളുകൾ കാത്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ചും പെട്രോളിനൊക്കെ 15 രൂപയിൽ പെട്രോൾ കിട്ടുമെന്നൊക്കെ അറിയാവുമ്പോൾ വലിയ സന്തോഷങ്ങളിലൊന്നാണ്. അതെ, ഇപ്പം നമ്മൾ ലിറ്ററിന് ഏതാണ്ട് 100 രൂപ, 105, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വില.
105 110 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുകയാണ്. അത് അതിൻ്റെ ഏതാണ്ട് 10-1 ചുരുങ്ങുകയാണ് അല്ലേ? അതെ. എന്തായാലും അങ്ങനെ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം.